നമുക്ക് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ? ഈ അച്ചാർ നമ്മൾ സാധാരണ എല്ലാ അച്ചാറുകളും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടോ സോഫ്റ്റ് ആവാനോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ അച്ചാർ. അതായത് നമ്മൾ ഇന്നിപ്പോ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ അച്ചാറിന്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പൊ നമ്മൾ രാവിലെ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ ഇതൊരു അച്ചാറായിട്ട് നമുക്ക് ഉപയോഗിക്കാം, കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി അച്ചാറാണ്. ഈ തക്കാളി അച്ചാർ നമുക്കിപ്പോ ദോശയുടെ ചട്നി ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ചപ്പാത്തിക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. ഉണ്ടാക്കി വെച്ചാൽ അധിക ദിവസം ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ മോശമായി പോവാത്തൊരു അച്ചാറാണ്. അപ്പൊ നമുക്ക് തക്കാളിയൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവില് കൂടുതൽ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. എന്താന്ന് വെച്ചാൽ ഇപ്പൊ അച്ചാർ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് റെഡിയാക്കി വെക്കാം. അങ്ങനെ തക്കാളി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പികൾ. നമുക്ക് തക്കാളി കൂടുതലായിട്ട് അവൈലബിൾ ആകുമ്പോൾ ചില സമയത്ത് തക്കാളി 1 കിലോ 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് കിട്ടാറില്ലേ? അങ്ങനെ കിട്ടുന്ന സമയത്ത് കൂടുതലായിട്ട് കിട്ടുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് അങ്ങനെ തക്കാളി നല്ല ഭംഗിയുള്ള തക്കാളി കിട്ടിയപ്പോഴാണ് ഞാൻ ഈ അച്ചാർ പ്ലാൻ ചെയ്തത്. ഇതുപോലെ തക്കാളിയൊക്കെ വില കുറച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കൂടുതൽ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സമയത്ത് വില കുറച്ച് കിട്ടുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു തക്കാളി അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് പറയാം. എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ തക്കാളി അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട്. ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പഴുത്ത നല്ല കളറുള്ള വലിപ്പമുള്ള തക്കാളി നോക്കിയെടുക്കുക ഇതുപോലെ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തക്കാളി ആണെങ്കിൽ നമുക്ക് കൂടുതൽ അളവുണ്ടാവും. വലിയ തക്കാളി, അതുപോലെ തന്നെ തക്കാളിക്ക് നല്ല തിക്നെസ് ഉള്ള തക്കാളി നോക്കിയെടുക്കുക. അതുപോലെ വലിപ്പമുള്ളതും കളറുള്ളതും ആണെങ്കിൽ അച്ചാർ കാണാൻ ഭംഗി ഉണ്ടാവും, അച്ചാറിന് കൂടുതൽ കളർ കിട്ടും. അപ്പോൾ തക്കാളി എടുക്കുക. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അച്ചാറുകളിലും നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ കടുക്, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഇത് പക്ഷെ പുളിയാണ്, വാളൻ പുളി, പിന്നെ കായം, മുളക് പൊടി, പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി കട്ട് ചെയ്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെ ചെറിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടില്ല, തൊലി കളഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കറിവേപ്പില, വറ്റൽമുളക്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചത്. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു ടീസ്പൂൺ ഉലുവ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കായപ്പൊടി വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ അച്ചാറുകളിൽ ചേർക്കുന്ന പോലെ വിനീഗർ ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് നമ്മുടെ വാളൻപുളി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി എടുക്കുക. ഞാനിപ്പോൾ 1 കിലോ തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കിലോ തക്കാളിക്കാണ് വലിയ നാരങ്ങയുടെ വലിപ്പം. ബാക്കി നമ്മളെല്ലാ പ്രിപ്പറേഷനും ചെയ്യുന്നത് നമ്മുടെ സാധാരണ അച്ചാറിൻ്റെ ചെയ്യുന്ന രീതിയാണ്. പക്ഷെ തക്കാളി നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് അച്ചാറാക്കുന്നത്, അതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പോൾ ആദ്യം നമ്മൾ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യം ഞാൻ തക്കാളി കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ സാധാരണ വെജിറ്റബിൾ കറിയിലൊക്കെ ചേർക്കാറുള്ള ആ ഒരു വലിപ്പം ഉണ്ടല്ലോ, ഈ ഒരു വലിപ്പത്തിലാണ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ തിക്കായിട്ടുള്ള തക്കാളി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇതുപോലെ തക്കാളിയുടെ ഉൾവശത്തിന് നല്ല കട്ടി ഉണ്ടാവും. തക്കാളി നല്ല വലിയ തക്കാളി നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിനി തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വലിയ പാൻ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 കിലോ തക്കാളിയാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വലിയ പാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തക്കാളി ഒന്ന് തിളച്ച് തുടങ്ങണം. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ട, അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഒന്ന് തിളച്ച് കുക്കായി തുടങ്ങണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഞാനിപ്പോൾ അടച്ചു വയ്ക്കുകയാണ്, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയിൽ നിന്ന് തന്നെയുള്ള വെള്ളത്തിൽ ഇത് കുക്കായി വന്നോളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. ഇതുണ്ടോ, തക്കാളിയിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നൊന്ന് ഹാഫ് കുക്കായി വരട്ടെ. ഹാഫ് കുക്ക് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പുളി ചേർക്കണം. അപ്പോൾ ഞാൻ ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. ഇത്രയും സമയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ട് കുക്ക് ചെയ്തത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഹാഫ് കുക്ക് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നമ്മൾ വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം
കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം വെള്ളമായിട്ടോ, തക്കാളിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളൻപുളി ചേർക്കാം. അപ്പോൾ വിനീഗർ ചേർക്കാത്തതുകൊണ്ടാണ് നമ്മളിതിൽ വാളൻപുളി ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിന് നല്ല പുളി വേണം, പക്ഷേ തക്കാളിക്ക് അത്രയ്ക്ക് അങ്ങ് പുളിയില്ല. നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പുളിയില്ല, അതുകൊണ്ടാണ് നമ്മൾ വാളൻപുളി ചേർക്കുന്നത്. അപ്പോൾ വാളൻപുളി ഞാൻ ഇതുപോലെ ചെറിയ പീസുകൾ, ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുരു മാറ്റിയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം തന്നെ കുക്കായി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും ഇളക്കുക. ഇനി ഈ തക്കാളി ഉടഞ്ഞു വരണം, നന്നായി ഉടഞ്ഞു വരണം. അതുവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയിലെ വെള്ളം വറ്റിപ്പോവും, പാനിൽ പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിലാണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റായിട്ട് തക്കാളി ഉടഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഉടഞ്ഞു വന്നില്ല, വെള്ളം വറ്റിയിട്ട് ഉടഞ്ഞു വരാതിരിക്കുമ്പോൾ നമ്മളൊന്ന് ഈ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് തന്നെ ഒന്ന് പതുക്കെ ഉടച്ചെടുക്കുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളി കറക്റ്റായിട്ട് കുക്കായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ പീസായിട്ടുണ്ടായ 1-2 പീസ് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ ഉടച്ചു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പീസുകൾ അധികം വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അച്ചാറിൽ വലിയ പീസുകൾ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെറിയ പീസുകളൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഉടച്ചെടുത്തത്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഏകദേശം 25 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മുടെ തക്കാളി കറക്റ്റായിട്ട് കുക്കായി ഉടഞ്ഞു വന്നത്. അപ്പോൾ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ ഞാൻ വേറെ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. ചട്ടിയിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഞാൻ എല്ലാ അച്ചാറുകളും ചെയ്യുമ്പോൾ എടുത്ത് പറയാറുണ്ട്, നല്ലെണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ചില കമൻറ്റ്സ് വരാറുണ്ട്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമോ, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. പക്ഷേ വെളിച്ചെണ്ണയേക്കാൾ നമ്മുടെ അച്ചാറ് മോശമാവാതിരിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ ടേസ്റ്റും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നല്ലെണ്ണ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ വെജിറ്റബിൾ ഓയിലോ ഏതിലാണെന്ന് വെച്ചാൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അച്ചാറിന് എപ്പോഴും നമ്മളൊക്കെ കണ്ടു വളർന്ന രീതി പണ്ട് മുതലേ നല്ലെണ്ണയിൽ ഉണ്ടാക്കുക എന്നുള്ളതും അത് കഴിച്ചതിൻ്റെ ടേസ്റ്റും കൊണ്ടാണ് എപ്പോഴും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എപ്പോഴും പറയാറുള്ളതാണ്, ഞാനത് എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കടുക് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കറികൾക്ക്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി വലിയ പീസാണെങ്കിൽ കട്ട് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ അല്ലി ആയതുകൊണ്ടാണ് കട്ട് ചെയ്യാത്തത്. ഇത് ചേർക്കാൻ പോവാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ആ റോ ടേസ്റ്റും റോ സ്മെല്ലും ഒക്കെ ഒന്ന് മാറി വരണം. അതുപോലെ തന്നെ കറിവേപ്പില. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ വറ്റൽമുളക്. അപ്പോൾ വറ്റൽമുളക് ലാസ്റ്റ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകിൻ്റെ കളർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് വലിപ്പം കൂടിയത് 3ആയിട്ടും ചെറുതെല്ലാം 2ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ എരിവ് കുറവായിരിക്കും, കളറേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ പൊടികൾ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ അച്ചാറിന് കയ്പ്പ് ടേസ്റ്റ് വേഗം തന്നെ വരും പൊടികൾ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ പൊടിച്ചത് 1 ടീസ്പൂൺ. 1 കിലോയ്ക്കാണ് ഞാൻ ഈ 1 ടീസ്പൂൺ അളവ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നെല്ലിക്കച്ചാറിന് ഇത്രയും വിനാഗിരി ചേർത്താൽ ചത്തുപോയില്ലേ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഞാനതിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കായപ്പൊടി ചേർക്കുകയാണ്. അപ്പോൾ വെള്ളത്തിന് വിനാഗിരിയാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് വന്നത്.
അപ്പോൾ നമ്മൾ കായപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ ചേർക്കുക. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഇതൊക്കെ കുക്കായി തുടങ്ങിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അച്ചാറുകളിലും ചേർക്കുന്ന പോലെ 2 പിഞ്ച് പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അപ്പോൾ 1 കിലോ തക്കാളി കുക്ക് ചെയ്ത് വരുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊക്കെ അച്ചാർ ഉണ്ടാക്കി നോക്കുന്ന ആളുകളാണെങ്കിൽ ഒരു 1/4 കിലോ തക്കാളിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഉണ്ടാക്കുമ്പോൾ മിസ്റ്റേക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി പഠിക്കാൻ പറയുന്നത്. നമ്മൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ മസാല ഈ തക്കാളിയിലേക്ക് നന്നായിട്ട് മിക്സ് ആയി വരണം. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ കുറവുണ്ട്, ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചട്ടി ഓഫ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ചൂടായിക്കോളും എണ്ണ. ഇല്ല നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അച്ചാറിൻ്റെ ചൂട് മാറിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നതെങ്കിൽ എണ്ണ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഒഴിക്കുക. എണ്ണ ഇതാ തിളച്ചു തുടങ്ങി കണ്ടോ. നമ്മൾ എണ്ണ ചേർക്കുമ്പോൾ തന്നെ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നോളും. പിന്നെ നമ്മളിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ തക്കാളി കുക്ക് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. ഉപ്പ് കുറവായിരിക്കും. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. അപ്പോൾ അച്ചാറിൽ എപ്പോഴും ഉപ്പൊക്കെ മുന്നിൽ തന്നെ നിൽക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ മോശമായി പോവാതിരിക്കാൻ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഈ അച്ചാറിലാണെങ്കിൽ ഇപ്പോൾ ഉപ്പ് മാത്രമേ ഉള്ളൂ, അതുപോലെ നല്ലെണ്ണയും. പിന്നെ മറ്റുള്ള അച്ചാറുകളിൽ നമ്മൾ വിനീഗറാണ് പ്രിസർവേറ്റീവ് ആയിട്ട് ചേർക്കുന്നത്, അല്ലാതെ വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളി അച്ചാർ റെഡി ആയി. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിനി കുക്കാവാനൊന്നുമില്ല, കുക്കായി കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് ഇന്ന് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ചൂട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ചാർ നമുക്ക് ഇന്ന് മുതൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരാഴ്ച 2 ആഴ്ച ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇതിലിപ്പോൾ ഒന്നും സോഫ്റ്റായി വരാനില്ല. വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. പക്ഷേ വെളുത്തുള്ളി ഇപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുറിഞ്ഞു വരും. അപ്പോൾ വെളുത്തുള്ളിയും കുക്കായി തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ വെളുത്തുള്ളി അലിഞ്ഞു തുടങ്ങും. അപ്പോൾ എല്ലാവരും ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയുടെയോ അതുപോലെ തന്നെ ദോശയുടെയോ ഇഡ്ഡലിയുടെയോ ചോറിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം. നമുക്കിത് അച്ചാറായിട്ട് ഉപയോഗിക്കാം, കറിയായിട്ട് ഉപയോഗിക്കാം, ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും തക്കാളിയൊക്കെ കൂടുതലുള്ള സമയത്ത് ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കൂ. ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ അച്ചാറുകളും ചെയ്യുമ്പോൾ പറയുന്ന പോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറുകളിൽ നനവില്ലാതെ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നനവില്ലാത്ത സ്പൂൺ ഉപയോഗിക്കുക. അത്രയും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും മോശമായി പോവാതെ അച്ചാറുകൾ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.